നമുക്ക് നമ്മുടെ സുന്ദര നായകനെ വിളിക്കണ്ടേ? റൊമാൻറ്റിക് ഹീറോയാണ്. അതെ, നമ്മുടെ അറക്കൽ അബുവിനെ വിളിച്ച് 2 ഡയലോഗ് ഒക്കെ പറയിക്കണ്ടേ? അപ്പൊ നല്ല കൈയ്യടോടി സൈജുക്കുറിപ്പ് നമുക്ക് സ്നേഹത്തോടെ സൈജുക്കുറിപ്പ്. അതിനു മുമ്പ് ഇവിടെ റൊമാൻറ്റിക് ഹീറോയ്ക്ക് ഒരു പ്രണയദിനം പോലെ ഒരു പൂ എടുക്കാൻ ഒരു കൊടുക്കേണ്ട രീതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം BMC ക്യാമ്പസിലേക്ക് വീണ്ടും വരാൻ പറ്റിയാൽ. ഇവിടുത്തെ പുറകിലത്തെ ഗ്രൗണ്ടിൽ വന്ന് ഞാൻ കുറേ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. കോളേജിൻ്റെ ഏതൊരു ഫംഗ്ഷന് ഞാൻ വന്നിട്ടുണ്ട്, എനിക്കത് കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്നായിരുന്നെന്ന്. പക്ഷേ നിങ്ങളൊക്കെ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായിരിക്കും. അപ്പോൾ നമ്മുടെ വിഷയം അഭിലാഷമാണ്. കുറേ കാര്യങ്ങൾ ഷംസ് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പഠിച്ചു വച്ചിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഷംസ് അത് അടിച്ചു മാറ്റി പറഞ്ഞത്. അപ്പോൾ ഇപ്പം വിഷയമല്ലാണ്ടായി പോയി. പക്ഷേ ഷംസ് പറഞ്ഞ പോലെ 2004 മയൂഖം എന്ന് പറഞ്ഞ പടത്തിൽ ആണ് ഞാൻ ആദ്യവും അവസാനമായിട്ടും റൊമാൻസ് ചെയ്തതെന്ന് തോന്നുന്നു. അതിനുശേഷം ഒരു റൊമാൻറ്റിക് മൂവിയിൽ എൻ്റെ കഥാപാത്രത്തിന് റൊമാൻസും കൂടെ ഉള്ളൊരു സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാൻ ഷംസുവിനോടും ജനിത് കാച്ചപ്പള്ളിയോടും പറഞ്ഞു നമുക്ക് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണം. അപ്പോൾ അവർ എടുത്തു വായിക്ക് ചോദിച്ചു ഈ പ്രായത്തിൽ വേണമെന്ന് ചോദിച്ചു. ഞാൻ കൺവിൻസ് ചെയ്തു അവരെ. ഞാനൊന്ന് സുരേഷ് കൃഷ്ണയായി മാറി. അങ്ങനെ അവർ ജനിത് കാച്ചപ്പള്ളി ഒരു സബ്ജക്റ്റ് എഴുതി. അതാണിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന അഭിലാഷം. ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് സഹൃദയരായ 2 പ്രൊഡ്യൂസേഴ്സിനോടാണ്, ആൻ സരികയും ശങ്കർദാസും. ശങ്കരേട്ടനും ആൻ സരികയും ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യുകയും അപ്പോൾ അന്ന് നമ്മൾ വേറൊരു ഏതെങ്കിലും ഒരു നല്ല പ്രൊജക്റ്റ് ചെയ്യാന്നുള്ളൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. അങ്ങനെ ശങ്കരേട്ടനെ വിളിച്ച് ഞാൻ ഇങ്ങനെ ഒരു കഥയുണ്ടൊന്ന് കേട്ടു നോക്കൂ, ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ കട്ടയ്ക്ക് നമ്മുടെ കൂടെ നിന്ന് ശങ്കരേട്ടനും ആനും ഒരുപാട് നന്ദി. ഈ നിമിഷം വരെ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നവരാണ്. റിലീസ് നമ്മുടെ ഈ പറഞ്ഞ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ലാലേട്ടൻ്റെ എമ്പുരാൻ്റെ റിലീസിന് ശേഷമായിരിക്കും. എമ്പുരാൻ്റെ കൂടെ ഈ പടം റിലീസ് ചെയ്യാനുള്ളൊരു ചങ്കൂറ്റം ഞാൻ ശങ്കരേട്ടനിലും ആനിലും ഞാനിപ്പോൾ കണ്ടു. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ചാൾസ് സോബ്രാജിൽ മാത്രമേ കണ്ടുള്ളൂ. അത്രയ്ക്ക് ചങ്കൂറ്റാണ് ഇവരുടെ സിനിമ. നിങ്ങളെ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യും, അത് 100% ഉറപ്പാണ്. ഇപ്പം നിങ്ങൾ ഈ പാട്ട് കണ്ടില്ലേ, ഈ പാട്ടിൻ്റെ ഫ്ലേവറിലുള്ളൊരു സിനിമയാണ്. പ്രണയം നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ഇല്ലേ? ഒരാൾ മാത്രമേ പറഞ്ഞുള്ളൂ പ്രണയം മനസ്സിലുണ്ടെന്ന്. എല്ലാവരുടെയും മനസ്സിലില്ലേ പ്രണയം? ഓക്കെ, ഞാനും നിങ്ങളുടെ അവസ്ഥയിലായിരുന്നെങ്കിൽ ഞാനും കുറച്ച് ഇൻട്രോവേർട്ട് ആയത് കാരണം ഞാനും ചിലപ്പം തുറന്നു പറയില്ല. പക്ഷേ മനുഷ്യർക്കുള്ളൊരു വികാരമാണല്ലോ പ്രണയം. അത് വളരെ മനോഹരമായിട്ട് സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഷംസു സൈബ. ഉറപ്പായിട്ടും നിങ്ങൾ ഈ സിനിമ, നിങ്ങൾ എത്ര പേര് സിനിമയ്ക്ക് പോകുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഉറപ്പായിട്ടും ഈ സിനിമ കാണണം. മലയാളികളുടെ ഇടയിലേക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്ന് നൽകിയ ഒരു നടിയാണ്. തൻവി റാം എന്ന് പറയുന്ന ആക്ട്രൻസിൻ്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട്, ഒരു പ്രണയ സിനിമയിൽ നായികയായിട്ട് എത്തുമ്പോൾ ആ കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് എത്രത്തോളം കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കുമെന്നുള്ളത് ഈ സിനിമയിലൂടെ ഷെറിൻ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് തൻവി കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഷെറിൻ സ്പെഷ്യലാവുന്നത് ഈ കഥ എഴുതിയ ജനിത് കാച്ചപ്പള്ളി എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ ചേട്ടനെ പോലുള്ള ഒരാളുമായിട്ടുള്ള പുള്ളിയുടെ വൈഫിൻ്റെ പേര് തന്നെയാണ് ഷെറിൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് വെച്ചിരിക്കുന്നത്. ആദ്യം പറഞ്ഞിരുന്ന പേര് വേറെ എന്തുമായിരുന്നു, പക്ഷേ ഞങ്ങൾ ഒരുമിച്ചൊരു ഡിസ്കഷനിൽ ചേച്ചി കയറി വരുമ്പോഴാണ് ഷെറിനെ എന്നുള്ള ജനിത്തേട്ടൻ്റെ വിളിയിലാണ് ഞങ്ങൾ ആ കഥാപാത്രത്തിന് ആ പേര് ഫിക്സ് ചെയ്യുന്നത്. ഈ സിനിമയിൽ അഭിലാഷ് എപ്പോഴൊക്കെ ഷെറിനെ എന്ന് വിളിക്കുമ്പോഴും ജനിത്തേട്ടൻ പ്രേമിച്ച് കെട്ടിയ ജനിത്തേട്ടൻ്റെ ഷെറിനെ ഓർക്കാനുള്ളൊരു അവസരം കൂടി ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഇതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ, ഷിൻസേട്ടൻ, ഇവിടുത്തെ പ്രിൻസിപ്പാൾ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ പടത്തിൽ പ്രിൻസിപ്പാളായിട്ടാണ് ഷിൻസേട്ടൻ അഭിനയിച്ചിട്ടുള്ളത്.
പ്രേമത്തിന് അല്ലെങ്കിൽ അഭിലാഷ് ഷെറിനെ പ്രേമിക്കാൻ കാരണക്കാരനാവുന്നൊരു മനുഷ്യനാണ് ഇയാൾ. അതേ കാരണത്തിൻ്റെ പുറത്ത് അഭിലാഷിന് ഷെറിനോടുള്ള ഇഷ്ടം മനസ്സിലാക്കി പ്രേമത്തിന് വേണ്ടി കൂട്ടു നിൽക്കുന്ന, ഏതറ്റം വരെയും പോകാൻ റെഡിയായിട്ടുള്ള, ഈ സിനിമ കഴിഞ്ഞാൽ മലയാള സിനിമയിൽ നവാസ് വള്ളിക്കുന്നെന്ന് പറയുന്ന ഒരു നടനെ ഒരുപാട് കഥാപാത്രങ്ങളിലേക്ക് ആളുകൾ കാസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കും. അഭിലാഷത്തിന് ശേഷം നവാസ് വള്ളിക്കുന്ന് എന്ന് പറയുന്ന നടൻ്റെ മറ്റ് കഥാപാത്രങ്ങൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര ഉറപ്പുണ്ട്. അതിനൊരു കാരണക്കാരനാവാൻ പറ്റിയാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ ഭയങ്കര പ്രൗഡാണ് മലപ്പുറത്തൊരു കഥ പറയുമ്പം മലപ്പുറത്ത് തന്നെയുള്ള തിരൂരുകാരിയായിട്ടുള്ള നിംന ഫത്തൂമി എന്ന് പറയുന്ന ഒരു പുതിയ നായികയെ, മലയാള സിനിമയിൽ മറ്റൊരു താരോദയമാവുമെന്ന് ഉറപ്പുള്ള ഒരു നായികയെ ഈ സിനിമയിലൂടെ കൊണ്ടുവരാൻ പറ്റിയത് ഞങ്ങൾക്ക് എല്ലാവർക്കും, ഈ പ്രൊഡക്ഷനും ബാക്കി ആർട്ടിസ്റ്റുകളും എല്ലാവരും നമ്മുടെ കൂടെ നിന്നതുകൊണ്ട് നമുക്ക് സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം സെക്കൻഡ് ഷോ പ്രൊഡക്ഷനും അഭിലാഷും ടീമിനും ഒക്കെ നാളെ അഭിമാനിക്കാനുള്ളൊരു താരമായി നിംന ഫത്തൂമി മാറും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. നിംനയോടൊപ്പം തന്നെ ഞങ്ങൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പുഴൂലെ മമ്മൂക്കയുടെ മകനായിട്ട് അഭിനയിച്ച പയ്യനുണ്ട്, കിച്ചു, വസുദേവ് എന്നാണ് പേര്. അപ്പോൾ അവനെ കൊണ്ടുവന്ന് കാസ്റ്റ് ചെയ്ത് കഥയൊക്കെ പറഞ്ഞിട്ട് അവനോട് പറഞ്ഞു, നമ്മുടെ അസോസിയേറ്റ് പറയണം, കിച്ചു ഇത് കുറച്ച് ഇൻട്രോവേർട്ട് പരിപാടിയാണ്, നോക്കിയും കണ്ടൊക്കെ പിടിക്കണം കേട്ടോ. അപ്പോൾ അവൻ എടുത്ത പാടെ, ചേട്ടാ കുഴപ്പമില്ല, ഞാൻ ബേസിക്കലി ഒരു ഇൻട്രോവേർട്ടാണ് എന്ന് പറഞ്ഞ് ഈ സിനിമയിൽ പ്രേമത്തോടെ ഷെറിനെ നോക്കി തട്ടത്തിൽ എന്നുള്ള പാട്ടിലൂടെ ആൾക്കാരിലേക്ക് ഒരുപാട് ഇഷ്ടം നേടി പറ്റുന്ന കിച്ചു, നമ്മുടെ സ്വന്തം വസുദേവും ഈ സിനിമയിലൂടെ പുതിയൊരു വേഷത്തിൽ വരുവാണ്. നമുക്കതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ശീതളുണ്ട്, സുഹറ എന്ന് പറയുന്ന മലപ്പുറത്ത് നമ്മുടെയൊക്കെ വീടിന് തൊട്ടടുത്ത് കാണുന്ന ഒരു അഭിലാഷിൻ്റെ ഒരു കൂട്ടുകാരിയായി, അഭിലാഷിൻ്റെ ഒരു ലൈഫിൻ്റെ പാർട്ടായിട്ട് നിൽക്കുന്ന സുഹറയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിബിമോൻ ഹാപ്പിയാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആവേശത്തിലെ അമ്മ കണ്ടിട്ടുണ്ടോ? ഇവിടെ കണ്ടോ? എല്ലാരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി ആവും. കാരണം നിങ്ങൾ തട്ടത്തിൽ എന്ന് പറയുന്ന ഒരു പാട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, അത് മാത്രമേ നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ റിലീസ് ചെയ്യാത്ത നമ്മുടെ ഒരു സുന്ദരി ലൈല എന്ന് പറയുന്ന ഒരു ട്രാക്ക് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ശ്രീഹരി കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രസൻറ്റ് ചെയ്യും. കാരണം ഈ സിനിമ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമോ അത്രത്തോളം ഈ സിനിമയോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഈ സിനിമയിലെ പാട്ടുകൾ എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഞാൻ അഭിലാഷത്തെ പറ്റി പറഞ്ഞു തുടങ്ങിയാൽ നിർത്തൂല. കാരണം എനിക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഇത് തുറന്നു പറയാത്ത പ്രേമത്തെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമയാണ്. ഞാൻ ഐതർക്കൊക്കെ മൈക്ക് കൈമാറും മുമ്പ് എനിക്ക് സഹിച്ചേട്ടൻ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, പുള്ളി ചെയ്യുമോ എന്നറിയില്ല. നമ്മൾ ഡബ്ബിങ്ങിൻ്റെ ഇടവേള സമയത്ത് സഹിച്ചേട്ടൻ്റെ പ്രേമത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയിൽ അഭിലാഷ് പ്രേമം തുറന്നു പറയുന്ന സീൻ ഈ സിനിമയിലെ സ്പെഷ്യലാണ്. നിങ്ങളെല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സഹിച്ചേട്ടൻ്റെ പ്രേമം ഒന്ന് തുറന്നു പറയാൻ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് പറയിപ്പിക്കണേ. ഞാൻ കേട്ട അതേ ഫീലിൽ സഹിച്ചേട്ടൻ്റെ പ്രേമം ഒന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഐതർക്ക് പറയിക്കുമെന്ന് എനിക്കറിയാം. സമയം അതാണ് വേണ്ടത്. അപ്പം പരിചയപ്പെടുത്താണ്ടില്ലല്ലോ, എല്ലാവരും പരിചയപ്പെടുത്തില്ലേ? ഇനി എല്ലാവരും പരിചയപ്പെടുത്തി. ഈ സൈജു എന്ന വ്യക്തിയുടെ പ്രേമത്തിന് മുമ്പ് താങ്കൾ ഈ സിനിമ ചെയ്തപ്പോൾ താങ്കളൊരു പ്രേമമുണ്ടല്ലോ, ആ പ്രണയത്തെക്കുറിച്ച് ആദ്യം ഒന്ന് പറയൂ. അത് ഏത് പ്രണയത്തെ പറ്റി പറയണമെന്നല്ല അറിയാത്ത കുറച്ചുണ്ട്. താങ്കളുടെ ഒരു പ്രണയം കൂടെ ഈ സിനിമയിലുണ്ടല്ലോ. ഒരു 8 കൊല്ലമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത എൻ്റെ എക്സ് തട്ടത്തിൽ പാട്ടിറങ്ങിയപ്പം എന്നെ വിളിച്ച് നന്നായിട്ടുണ്ടോയെന്ന് പറഞ്ഞു. അതെനിക്ക് കിട്ടിയ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ബാക്കി എക്സുമാരൊക്കെ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്തടുത്ത ഓരോ പാട്ടുകൾ ഇറക്കി വിടണമെന്ന് വിചാരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഓള് എന്ന് പറയുന്ന മണിയർല അശോകൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടോ? അത് ഞാൻ എഴുതിയ പാട്ടാണ്. പാടിയിരിക്കുന്നതും മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇതേ ശ്രീഹരി തന്നെയാണ്. അതെൻ്റെ കാമുകിക്ക്, അതായത് ഇന്നത്തെ എൻ്റെ ഭാര്യയ്ക്ക് എഴുതിയ പ്രേമലേഖനമായിരുന്നു. അത് 2 ലൈൻ പാടിക്കേ. ഞാനാ 2 എഴുതിയ മൂഡിൽ 2 ലൈൻ പാടിക്കേ. പറയാം, പറഞ്ഞാലും മതി. കണ്ണ് തുറന്ന് കൽബ് മിടിച്ച് മുന്നിൽ ഓളുണ്ട്. ബാക്കി പാടാ സപ്പോർട്ട് ചെയ്യടാ. ശ്രീഹരി ഒന്ന് സപ്പോർട്ട് ചെയ്തേ. ഓളൊന്ന് പാടിയ. അതെ, സിദ് ശ്രീറാമാണ് ആ പാട്ട് പാടിയിട്ടുള്ളത്. സിദ് ആ പാട്ട് പാടുന്നത് ശ്രീഹരിയോട്, എടാ നീ ഇത് നന്നായി പാടിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനും ഞാൻ പാടണമെന്നാണ്. കാരണം അത്ര സ്പെഷ്യലായിട്ടുള്ള, അത്ര ബ്യൂട്ടിഫുൾ വോയിസിലാണ് ശ്രീഹരി ആ പാട്ട് പാടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ആ ചാൻസ് മറ്റാർക്കും കൊടുക്കാതെ ഞങ്ങൾ ഒരുമിച്ച് തട്ടത്തിൽ എന്ന് പറയുന്ന പാട്ട് ശ്രീഹരിയെ കൊണ്ട് തന്നെ പാടിച്ചത്. അപ്പോൾ ഓളൊന്ന് ശ്രീഹരി പാടി തുടങ്ങും. നേരത്തെ പറഞ്ഞോ ആ പ്രണയം.
പക്ഷെ അന്ന് പാടിയ സൗണ്ടാണ് ഇപ്പോൾ എന്ന് എനിക്ക് സംശയമുണ്ട്. അന്നത്തെ എൻ്റെ സൗണ്ട് മാറി, കുറേ സൗണ്ട് മാറി. അല്ല, ഈ സൗണ്ടിലായാലും മതി. ഈ സൗണ്ടിൽ പാടി. പ്രണയത്തിന് സൗണ്ടൊന്നും പ്രായമൊന്നും വിഷയമല്ലല്ലോ. ആ പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടോ? അറിയോ? എല്ലാവർക്കും പാട്ടറിയോ? അറിയോ? 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 ആർക്കറിയാവുന്ന ഒന്ന് കൈ പൊക്കിക്കേ, ഒന്ന് കൈ പൊക്കിക്കേ. അറിയാവുന്നത് അവിടെ ഒരു കുട്ടി കൈ പൊക്കി. ഞാൻ അവിടെ വരാം, അവിടെ വരാം. അവിടെ ഒരു കുട്ടി വായിക്കും. നിങ്ങളുടെ ഒപ്പം പാടാൻ ഒരു കുട്ടി അവിടെ റെഡി ആയിട്ടുണ്ട്. കൈ പൊക്കി. ഞാൻ അവിടെ വരാം. കൈ പൊക്കിയത് ഞാൻ കണ്ടിന്. കൈ മാറ്റരുത് കേട്ടോ. ആരാണ് ആ കൈ പൊക്കിയ ആളൊന്ന് കണ്ടത്? ഞാൻ കണ്ടതാ. നമുക്ക് ഒരുമിച്ച് പാടാം. ദേ ഇവിടെ നിന്നാണ് ഒരു കൈ പൊക്കി കേട്ടോ. ദേ ഇവിടെ ആ കൈ പൊക്കിയ ആൾ ഒന്ന്. അല്ല, ഇവിടെ ഒരു കൈ പൊക്കിയായിരുന്നു. ആരാണ്? നിങ്ങൾ ഇങ്ങനെ മടിയാവല്ലോ. ആരാണ്? പാടുവോ? ശ്രീഹരി എവിടെ തുടങ്ങിക്കോ? ഇവിടെ നിന്ന് പാടാൻ റെഡിയാണ്. ശ്രീഹരി തുടങ്ങിക്കോ. ട്രാക്ക് മാറി. ആ ട്രാക്കല്ല, ആ ട്രാക്കല്ല മോനെ. ട്രാക്കൊന്നും ട്രാക്കില്ല. ഓള് ഓള് കണ്ണു തുറന്ന് കൽബുമിടിച്ച് മുന്നിലോളുണ്ട്. ഓള് ഓള് കണ്ണു തുറന്ന് കൽബുമിടിച്ച് മുന്നിലോളുണ്ട്. പൂത്താങ്കിരി കിളിക്കണ്ണുള്ളോള് കിസകളിൽ പറഞ്ഞൊരാച്ചേലുള്ളോരോള്. പൂത്താങ്കിരി കിളിക്കണ്ണുള്ളോള് കിസകളിൽ പറഞ്ഞൊരാച്ചേലുള്ളോരോള്. കണ്ണു തുറന്ന് കൽബുമിടിച്ച് മുന്നിലോളുണ്ട്. സൂപ്പർ. എല്ലാവരും പാടുന്നുണ്ട്. കാരണം ഈ പ്രണയത്തിന്റെ പാട്ടാകുമ്പോൾ എല്ലാവരും പാടാൻ വലിയ ഇൻട്രസ്റ്റ് ആണ്. ഒരു മാറ്റവും ഇല്ല. ഇവിടെ ഇവിടെ ഫ്രണ്ടിലിരുന്ന ഒരാൾ പാടുന്ന പോലെ എനിക്ക് കണ്ടു തോന്നുന്നു. ഇവിടെ ടീച്ചർ പാടിയായിരുന്നോ? പാടിയല്ലോ. 2 ലൈൻ പാടിയാണല്ലോ. ഒന്നും കൂടെ പാടും. ഒരു ലൈൻ ഒരുമിച്ച് പാടും. ഒരു ലൈൻ പാടിക്കോ. ഓളെന്നുള്ള പാടിക്കോ. ധൈര്യമായിട്ട് പാടിക്കോ. ഓ ആ പാടിക്കോ. ധൈര്യമായിട്ട് പാടിക്കോ. ഓള്